പൈതൃകം ഗുരുവായൂരിന്റെ ഏകാദശി സാംസ്കാരികോത്സവം ഡിസംബർ 1 തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് രുക്മിണി റീജൻസിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 1 രുക്മിണി റീജൻസിയിൽ വെച്ച് കാലത്ത് 8 മണി മുതൽ ആരംഭിക്കും. ഉച്ചയ്ക്കും രാവിലെയും ഏകാദശി ഭക്ഷണം ഇവിടെ അന്നാദാനമായിട്ട് വരുന്നവർക്കൊക്കെ നിൽക്കുന്നു. അപ്പോൾ 8:30 ഭജനയാണ്. 8:30 തൊട്ട് 9:30 വരെ ഭജന. 9:30 ഏകാദശി സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുന്നത്. അത് ആ ചടങ്ങിൽ വെച്ച് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകുന്നുണ്ട്. ആരാധനായ കൊച്ചി ഷിപ്പ്യാർഡിന്റെ CMD മധു എസ് നായർക്കാണ് അത് സമ്മാനിക്കുന്നത്. ദീപപ്രോജ്വലനം നടത്തുന്നത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രമൂരാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വൈസ് ചാൻസലർ, കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ. മുഖ്യ പ്രഭാഷണം സ്വാമി ചിദാനന്ദൻ, ഡോക്ടർ DM വാസവൻ സാർ പങ്കെടുക്കുന്നത്. വളരെ വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ വൈകുന്നേരം നടക്കുന്ന ദീപക്കാഴ്ച, ഗുരുവായൂർ ദേവസ്വത്തിന്റെ സഹകരണത്തോടെ വടക്കേനടയിൽ ദീപക്കാഴ്ച നടത്തുന്നത്. ഏകദേശം 2 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന ഒരു പ്രക്രിയയാണ്. അതിനെ ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട റീൽസൊക്കെ ഏകാദശിയിൽ പങ്കെടുത്തു എന്നുള്ളതിന്റെ റീൽസൊക്കെ അതാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ ദീപക്കാഴ്ചയെ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിക്കും. കർമ്മശ്രേഷ്ഠ പുരസ്കാരം മധു S. നായർക്ക് സ്വാമി ചിദാനന്ദപുരി നൽകും. സ്വാമി ചിദാനന്ദപുരി മുഖ്യപ്രഭാഷണവും നടത്തും. ഡോക്ടർ DM വാസുദേവൻ മുഖ്യാതിഥിയാകും. പൈതൃകത്തിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് ക്ഷേത്ര പരിസരത്ത് പ്രത്യേക ദീപക്കാഴ്ചയൊരുക്കും. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ KB പ്രഭാകരൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ശ്രീകുമാർ P. നായർ, മധു K. നായർ, മുരളി അകമ്പടി, A. വേലായുധൻ, ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.